ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാരോപിച്ച് ഇന്ത്യക്കെതിരെ സൈനിക നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത്. വ്യോമ അതിർത്തി പൂർണ്ണമായി അടച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതിർത്തി മേഖലയിലെ 26 ഇടങ്ങളിലും ആക്രമണ ശ്രമങ്ങൾ നടന്നുവെന്ന് ഇന്ത്യയും സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിർത്തിയിലെ പ്രകോപനത്തിന് തിരിച്ചടി നൽകിയ പാകിസ്ഥാന്റെ 3 വ്യോമതാവളങ്ങൾ ഇന്ത്യൻ സേന ആക്രമിച്ചു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു നടപടി. പാകിസ്ഥാന് വായ്പാ സൗകര്യം നൽകുന്നതിനെ ഇന്ത്യ ശക്തമായി എതിർക്കുന്ന സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാന് സാമ്പത്തിക സഹായമായി $100 കോടി നൽകുന്നതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നാണ്യനിധി. ഇക്കാര്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നാണ്യനിധിയിൽ പാകിസ്ഥാന് വായ്പാ സൗകര്യം നൽകുന്നതിനുള്ള വോട്ടിംഗിൽ നിന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം വിട്ടുനിന്നിരുന്നു. പാകിസ്ഥാന്റെ മോശം ട്രാക്ക് റെക്കോർഡിന്റെ വെളിച്ചത്തിൽ വായ്പയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയതായിരുന്നു ഇന്ത്യയുടെ നടപടി. കൂടാതെ പാക് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഈ വായ്പ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്കയും ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശനം ഒഴിവാക്കി. ഈ പശ്ചാത്തലത്തിൽ വെർച്വൽ ക്യൂ പുനരാരംഭിച്ചു. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തോടനുബന്ധിച്ച് 18-നും 19-നും വെർച്വൽ ക്യൂ ഒഴിവാക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ പുനരാരംഭിച്ചത്. ഇന്ത്യ പാക് സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശനം തൽക്കാലത്തേക്ക് ഒഴിവാക്കിയത്. ശബരിമല സന്ദർശനത്തിനായി 19-ന് രാഷ്ട്രപതി എത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു. ഇതാണ് ഇപ്പോൾ മാറ്റിവെച്ചത്. സന്ദർശനം ഒഴിവാക്കിയ വിവരം പോലീസാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് പൂനെയിൽ നിന്നെത്തിച്ച മോണോക്ലോണൽ ആന്റിബോഡി നൽകി തുടങ്ങി. തീവ്രപരിചരണ വിഭാഗത്തിലെ പ്രത്യേക ഐസൊലേഷൻ വെന്റിലേറ്ററിൽ കഴിയുന്ന ഇവരുടെ നില ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകാൻ ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡാണ് തീരുമാനിച്ചത്. തുടർന്നാണ് പൂനെയിൽ നിന്ന് വിമാനമാർഗം കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചത്. തുടർന്ന് ആന്റിബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചു. അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ഉച്ചയോടെ രോഗിക്ക് കുത്തിവെച്ചു. നിലവിൽ രോഗി അബോധാവസ്ഥയിലാണ്. ഡോക്ടർമാർ ആന്റിബോഡി നൽകിയതിന്റെ ഫലം നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ്. സേനാ വിഭാഗങ്ങൾ തീരെ സുരക്ഷയടക്കം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ നേരെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി കളക്ടർമാരുടെ യോഗം വിളിക്കും. വ്യോമസേനയും തീരസംരക്ഷണ സേനയും ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് സംസ്ഥാനത്തും നിരീക്ഷണം നടത്തുന്നുണ്ട്. റഡാർ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. വിഴിഞ്ഞം, കൊച്ചി എന്നീ തുറമുഖങ്ങളിലും കർശന സുരക്ഷ ഏർപ്പെടുത്തി. വിഴിഞ്ഞത്ത് പ്രത്യേക റഡാറിന്റെ സഹായത്തോടെയാണ് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണം നടക്കുന്നത്.